നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. മത്തി തിളപ്പിച്ചതാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. കപ്പയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഇതൊരു നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മത്തി തിളപ്പിക്കുന്നതെന്ന് നോക്കാം. കൊടംപുളി ഇട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കൊടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊടംപുളി ഒരു 4 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ മീൻ കറിയിലേക്ക് വേണ്ടത് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇടത്തരം വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ്. മത്തി തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 10 മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചരുചി മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മത്തി തിളപ്പിക്കുമ്പോൾ സവോളയോ ചെറുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറി കൂടുതൽ സമയം കേടാകാതെ ഇരിക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കളർ മാറി വരുമ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇവിടെ ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി നന്നായി കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കൊടംപുളി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാറിലേക്ക് ഈ കൊടംപുളിയിലെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇവിടെ ഇപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം മീൻ ഓരോന്നായിട്ട് ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിള വരുമ്പോൾ തീ കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നല്ല ടേസ്റ്റും വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയതുമായ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി ചാറൊക്കെ ഒന്ന് കുറുകി വരും. തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കിത് കൂട്ടാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.